കുഞ്ഞോളെ നമ്മൾ ഈ പാഠത്തിന്റെ ബാക്കിലോട്ട് ഒന്ന് പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ബാക്കി വെച്ചൊരു സംഗതി അതിപ്പോ ഇവിടെ പറയാണ്. ഈ കൊളോയിഡൽ സൊല്യൂഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്ന സമയത്ത് രണ്ട് ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷനാണ് അവിടെ പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം, അങ്ങനെ 8 ടൈപ്പിൽ പറഞ്ഞു. പിന്നെയോ ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഡിസ്പേർഷൻ മീഡിയം അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പറയാനുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൂടി അവിടെയുണ്ട്. based on the classification of colloidal solutions based on the size of dispersed phase particles. Okay, classification of colloids based on the size or nature of രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഡിസ്പേർഷൻ മീഡിയം. ഇവിടെയോ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യത്തത് രണ്ടിന്റെയും നേച്ചർ, ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ്. രണ്ടാമത്തേലോ ഡിസ്പേർഷൻ മീഡിയത്തിന്റെ നേച്ചർ. മൂന്നാമത്തേലോ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെ നേച്ചർ. നേച്ചർ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. അത് 3 ടൈപ്പിലുണ്ട്. ഒന്ന് എക്സാമ്പിൾ വെച്ച് പറയാം. ഒന്നാമത്തെ എക്സാമ്പിൾ ഗോൾഡ് സോള്, സിൽവർ സോള്, പ്ലാറ്റിനം സോള്. എന്നാ പറഞ്ഞ ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയില്ല? ഈ പറയപ്പെട്ട സോളുകൾ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് ഇതുണ്ടാക്കിയ മെത്തേഡ് ഓർമ്മയില്ലേ? ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. എന്താ ചെയ്തത്? അവിടുത്തെ ഗോൾഡ് സോളിലെ ഗോൾഡ് പാർട്ടിക്കിൾസ്, ഗോൾഡ് സോൾ പാർട്ടിക്കിൾസ് അത് ആക്ച്വലി എങ്ങനെയാ ഉണ്ടായത്? ആദ്യം ആർക്ക് നമ്മൾ അവിടെ സെറ്റ് ചെയ്യും. ആ ആർക്ക് ചൂടാകുന്ന സമയത്ത് ഗോൾഡിന്റെ മൈന്യൂട്ടായിട്ടുള്ള ആറ്റങ്ങൾ ഉണ്ടായി, വേപ്പർ സ്റ്റേറ്റിലുണ്ടായി. ഗോൾഡിന്റെ ആറ്റങ്ങൾ അല്ലെ, ആറ്റങ്ങൾ മീൻസ് ബിലോ 1 നാനോമീറ്റർ സൈസിലുള്ള ആറ്റങ്ങൾ, ബിലോ 1 നാനോമീറ്റർ. അതിന് നമ്മൾ എന്ത് ചെയ്തു? പുറത്ത് ഐസ് വെച്ച് അതിനെ കണ്ടൻസ് ചെയ്തു. അങ്ങനെ കുറച്ച് ഗോൾഡ് ആറ്റങ്ങളെ പരസ്പരം കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് കൊളോയിഡൽ സൈസിലുള്ള ഗോൾഡ് ആക്കി മാറ്റി. അതായത് ഗോൾഡ് സോളിലെ ഓരോ കൊളോയിഡൽ പാർട്ടിക്കിൾസും, അതായത് ഗോൾഡ് പാർട്ടിക്കിൾസും, അതിൽ ഓരോന്നിനും ഒരുപാട് ആറ്റങ്ങളാണുള്ളത് അല്ലെ. Each colloidal particles consisting of a number of atoms having size below 1 nanometer, and that atoms are combined together through the weak van der Waals force. അല്ലെ, അപ്പൊ ഈ പറയപ്പെട്ട സോളുകളിലെ ഡിസ്പേഴ്സ്ഡ് ഫേസ്, അതായത് ഗോൾഡ് പാർട്ടിക്കിൾസ്, സിൽവർ പാർട്ടിക്കിൾസ്, പ്ലാറ്റിനം പാർട്ടിക്കിൾസ്, ഇതിലെല്ലാം എന്താ ഉള്ളത്? ഓരോ ഗോൾഡ് പാർട്ടിക്കിൾ എടുത്താലും അതിൽ ഒരുപാട് ഗോൾഡ് ആറ്റങ്ങൾ, അറ്റോമിക് സൈസിലുള്ള ഗോൾഡ് ആറ്റങ്ങൾ വീക്ക് വാൻ ഡെർ വാൽസ് ഫോഴ്സ് വഴി കമ്പൈൻ ചെയ്തിട്ട് കൊളോയിഡൽ സൈസിലേക്ക് എത്തിയതാണ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് അറ്റോമിക് സൈസിലുള്ള അല്ലെങ്കിൽ മോളിക്കുലാർ സൈസിലുള്ള, അതായത് ബിലോ 1 നാനോമീറ്ററിലുള്ള ഒരുപാട് പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്തിട്ട് എബോ 1 നാനോമീറ്റർ സൈസിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടായാൽ അത്തരം കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉള്ള സോളുകളെ പറഞ്ഞ പേരാണ്, കൊളോയിഡ്സിന് പറഞ്ഞ പേരാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്നാണ്. മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. എന്നാണത്? അത്തരം കൊളോയിഡ്സിലുള്ള മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, സോൾ പാർട്ടിക്കിൾ, അതിലൊരുപാട് ആറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവും. ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് പരസ്പരം ഉണ്ടാവുന്നു വാൻ ഡെർ വാൽസ് ഫോഴ്സ് വഴി കമ്പൈൻ ചെയ്തിട്ട് എബോ 1 നാനോമീറ്റർ സൈസിലേക്ക് വരും.
പേര് തന്നെയാണ് മൾട്ടി മോളിക്കുലാർ ഓർ മൾട്ടി ആറ്റോമിക് കൊളോയിഡ്സ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ മനസ്സിലായി. അടുത്ത എക്സാമ്പിൾ അറിയാം. സ്റ്റാർച്ച്, സോൾ ഓഫ് സ്റ്റാർച്ച്, soul of starch, or cellulose, or proteins. ഈ സ്റ്റാർച്ച് സോളിലെ സോൾ പാർട്ടിക്കിൾ ആരാ? സ്റ്റാർച്ച്. ഇതിലാരാ? സെല്ലുലോസ്. ഇതിലാരാ? പ്രോട്ടീൻസ്. ഓക്കെ, അതിൽ സ്റ്റാർച്ച് സോൾ എടുത്താൽ അതിലെ ഒരു സ്റ്റാർച്ച് പാർട്ടിക്കിൾ ഉണ്ടല്ലോ, അത് ഒരുപാട് സ്റ്റാർച്ച് പാർട്ടിക്കിൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടായതല്ല. ഒരു സോൾ പാർട്ടിക്കിളിന് തന്നെ കൊളോയിഡൽ സൈസ് ആവാനുള്ള സൈസ് ഉണ്ടാവും. എന്താണ് സ്റ്റാർച്ച് ആക്ച്വലി പോളിമറാണ്. വീക്ക് വാൻ ഡെർ വാൽസ് വഴി ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടായതല്ല. ഓക്കെ, അപ്പോ ഇത്തരം ഈ പറയപ്പെട്ട കൊളോയിഡൽ സൊല്യൂഷനിലെ എന്തുണ്ട്? കൊളോയിഡൽ സൊല്യൂഷനിലെ സോൾ പാർട്ടിക്കിൾസിന് കൊളോയിഡൽ സൈസ് ഓൾറെഡി അതിലെ ഓരോ പാർട്ടിക്കിളിനും കൊളോയിഡൽ സൈസ് ഉണ്ട്. അതിതുപോലെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടായതല്ല. എങ്ങനെ? വീക്ക് വാൻ ഡെർ വാൽസ് വഴി ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടായതല്ല. ഓക്കെ, ഓരോ മോളിക്യൂളും മാക്രോയാണ്, മൈക്രോയല്ല, ചെറുതല്ല. കൊളോയിഡൽ സൈസ് ആവാൻ മാത്രം സൈസ് ഉള്ളവരാണ്. അത്തരം പാർട്ടിക്കിൾസ് ഉള്ള വലിയ സൈസിലുള്ള സിംഗിൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അങ്ങനെയുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉള്ള സോളുകളാണ് മാക്രോ കൊളോയിഡ്സ്. എന്നാണ് മാക്രോ കൊളോയിഡ്സ്. ഓക്കെ, that means in these colloids particles of dispersed phase has enough size. Particles of dispersed phase are sufficiently big in size to be a colloidal solution. The particles are sufficiently big in size to become a colloidal solution or to become colloidal particles. Okay, that. അടുത്തത് മൂന്നാമത്തത് അത് എക്സാമ്പിൾ പറയുന്നത്. ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ട് ശേഷം എക്സാമ്പിൾ പറയാം. രണ്ടെണ്ണം എക്സാമ്പിൾ പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. അടുത്തത് എക്സാമ്പിൾ പിന്നെ പറയാം. ചില സബ്സ്റ്റൻസുകൾ ഉണ്ട്, അവരെ പ്രത്യേകത എന്തെന്ന് അറിയോ? ലോവർ കോൺസെൻട്രേഷനിൽ, അതായത് അവരെ വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്തു, കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, വളരെ കുറച്ച് കോൺസെൻട്രേഷൻ കുറവാണ്. ഈ പറയപ്പെട്ട ലോവർ കോൺസെൻട്രേഷനിൽ അവർ ഇലക്ട്രോലൈറ്റ് ആണ്. ആരാണ്? ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താണോ? അവർ മോളിക്കുലാർ സൈസോ അറ്റോമിക് സൈസിലുള്ളവരാണ്. അവരെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്താൽ, ലോവർ കോൺസെൻട്രേഷനിൽ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂ സൊല്യൂഷൻ ആണ്. അങ്ങനെ ഒരു പാർട്ടിക്കിൾ എന്താ? ഞാൻ വെള്ളം എടുത്തു, ഈ വെള്ളത്തിലേക്ക് ഞാൻ പറഞ്ഞ ആ സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് ലേശം ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കലക്കി, വളരെ കുറച്ച് കോൺസെൻട്രേഷൻ. അപ്പൊ എന്താ പറയുക? അതിന്റെ മോളിക്യൂൾസ് എല്ലാം ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഈ വെള്ളത്തിൽ ഡിസോസിയേറ്റ് ചെയ്ത് ഡിസോൾവ് ആവും, യൂണിഫോം ആയിട്ട് ഡിസോൾവ് ആവും. ഇത് ട്രൂ സൊല്യൂഷൻ ആണ്. ദാറ്റ് മീൻസ് at below lower concentration, in lower concentration they behave like electrolytes. പക്ഷെ നിങ്ങൾ ഇതിനെ കുറെ കൂടുതലായിട്ട് ആഡ് ചെയ്തെന്ന് വിചാരിക്കും, അതുകൂടെ ആഡ് ചെയ്തു. അങ്ങനെ കോൺസെൻട്രേഷൻ കൂടി വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എത്തുമ്പോൾ, ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷന് മുകളിൽ എത്തുമ്പോൾ ഇതിൽ ഉള്ളിൽ ഡിസോൾവ് ചെയ്ത അയോൺസ് ഇല്ലേ, ആ അയോൺസ് പരസ്പരം കൂടിച്ചേരാൻ തുടങ്ങും. എപ്പോ? ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലേക്ക് എത്തണം. ആ കോൺസെൻട്രേഷന് മുകളിൽ ആ ഡിസോൾവ് ചെയ്ത അയോൺസ് പരസ്പരം അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും. നേരത്തെ ഒറ്റക്ക് നിന്നത് അവർ പരസ്പരം കൂടിച്ചേരാൻ തുടങ്ങും. 1, 2, 4 ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് കൊളോയിഡൽ സൈസിലുള്ള പാർട്ടിക്കിൾ ആയിട്ട് മാറും, അസോസിയേറ്റഡ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ അത് കൊളോയിഡ് ആണ്, ട്രൂ സൊല്യൂഷൻ അല്ല, കൊളോയിഡ് ആണ്. ഇത്തരം കൊളോയിഡുകളെ പറയുന്ന പേരാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. എന്നാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അസോസിയേറ്റഡ് കൊളോയിഡ്സ്.
എന്താണ് ബിലോ at lower concentration they behave like electrolytes, but above a particular concentration they behave like colloids due to the formation of associated particles. That associated particles are called ചെറിയ പാർട്ടിക്കിൾ അയോണിക് സ്റ്റേറ്റിലുള്ളത് അവരുടെ അപ്പോ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ വരുമ്പോൾ അവരെല്ലാം കൂടി ചേരും എന്നിട്ട് വലിയ പാർട്ടിക്കിൾ ആകും. അങ്ങനെ കുറെ വലിയ പാർട്ടിക്കിൾ ഉണ്ടാവും. വലിയ പാർട്ടിക്കിൾ കുറെ എണ്ണം ആ ഡിസ്പെർഷൻ മീഡിയത്തിൽ വന്നാൽ എന്തായി? കൊളോയിഡായി. അങ്ങനെ ഉണ്ടാകുന്ന വലിയ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, അതായത് കൊളോയിഡ് ആയി കഴിഞ്ഞ ശേഷമുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അവരെ പറഞ്ഞ പേരാണ് മൈസെൽസ്. ഓക്കെ, അപ്പൊ ഇതാണ് 3 ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ബേസ്ഡ് ഓൺ സൈസ്. ഓക്കെ, മൾട്ടിമോളിക്കുലർ കൊളോയിഡ്സ്, മാക്രോമോളിക്കുലർ കൊളോയിഡ്സ്, അസോസിയേറ്റഡ് കൊളോയിഡ്സ്. ഇനി ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പറഞ്ഞാലോ? അപ്പൊ ആദ്യം നമ്മൾ നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് മൈസെൽ എങ്ങനെ ഫോം ചെയ്യുന്നു. മെക്കാനിസം ഓഫ് മൈസെൽ കോൺസെൻട്രേഷൻ, മൈസെൽ ഫോർമേഷൻ. മെക്കാനിസം ഓഫ് മൈസെൽ ഫോർമേഷൻ. അത് നമുക്കൊരു എക്സാമ്പിൾ വഴി പറയാം. ഈ ക്ലീൻസിങ് ആക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സോപ്പ് ഡിറ്റർജന്റ് ഇല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മൈസെൽ ഫോം ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലേക്ക് എത്തണം. ആ സബ്സ്റ്റൻസിനെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്പെർഷൻ മീഡിയത്തിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലേക്ക് എത്തുമ്പോഴേ എന്ത് സംഭവിക്കുള്ളൂ? മൈസെൽ ഫോർമേഷൻ നടക്കുള്ളൂ. ആ കോൺസെൻട്രേഷൻ പറഞ്ഞ പേരാണ് ക്രിട്ടിക്കൽ മൈസെൽ കോൺസെൻട്രേഷൻ. CMC. അതേപോലെ ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിലായിരിക്കണം. ആ ടെമ്പറേച്ചറിന് പറഞ്ഞ പേരാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഡിനോട്ടഡ് ആസ് KT. അപ്പൊ ടെമ്പറേച്ചർ KTക്ക് മുകളിലാവണം, കോൺസെൻട്രേഷൻ CMCക്ക് മുകളിലാവണം. ഓക്കെ, ടെമ്പറേച്ചർ KTക്ക് മുകളിലും കോൺസെൻട്രേഷൻ CMCക്ക് മുകളിലും ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? മൈസെൽ ഫോർമേഷൻ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ മൈസെൽ ഫോർമേഷൻ നടക്കത്തില്ല. അപ്പൊ എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. അപ്പോ എക്സാമ്പിൾ സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്. നമ്മള് ഡിറ്റർജന്റ് പിന്നെ പറയാം. ഡിറ്റർജന്റും സോപ്പിന്റെ ആക്ഷൻ ഒന്ന് തന്നെയാണ്. നമ്മൾ സോപ്പ് പറയാം. ഓക്കെ, അത് പിന്നെ ഡിറ്റർജന്റിലേക്ക് ജനറലൈസ് ചെയ്താൽ മതി. ഈ സോപ്പ് നിങ്ങൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കേൾക്കണേ, സോപ്പ് വെള്ളത്തിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നു, വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അപ്പൊ എന്താണെന്ന് അറിയാം, അത് സാധാരണ ഇലക്ട്രോലൈറ്റ് ആണ്. സോപ്പ് വെള്ളം, ലോവർ കോൺസെൻട്രേഷൻ ഉള്ള സോപ്പ് വെള്ളം സാധാരണ ഇലക്ട്രോലൈറ്റ് ആണ്. ഹയർ കോൺസെൻട്രേഷൻ നല്ലോണം നിങ്ങൾ സോപ്പ് അതിലേക്ക് കലക്കുമ്പോൾ അത് കൊളോയിഡ് ആയിട്ട് മാറും. അത് എങ്ങനെ എന്നാണ് പറയേണ്ടത്. ലോവർ കോൺസെൻട്രേഷനിൽ ഇലക്ട്രോലൈറ്റ് ആയ സംഗതി ഹയർ കോൺസെൻട്രേഷനിൽ എങ്ങനെയാണ് കൊളോയിഡ് ആകുന്നത്? ഓക്കെ, അതിനാണ് സോപ്പ് എന്താണെന്ന് പറയാം. Soaps are the sodium salt of higher fatty acids. You know that. +1 പഠിച്ചിട്ടുണ്ട്. Sodium salts of higher fatty acids. Sodium salts of higher fatty acids. Example: C17H35 COOH. ഇതാരറിയോ? ഇത് സ്റ്റീറിക് ആസിഡ്. നോക്ക്, അതിന്റെ ഹൈഡ്രോകാർബൺ പാർട്ട് കണ്ട 17 കാർബൺ ആറ്റും 35 ഹൈഡ്രജൻ ആറ്റമുള്ള നീളമുള്ള കാർബൺ ചെയിൻ. അതാണ് ഹയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുന്നതും ഹയർ ആണ്. ഒരുപാട് കാർബൺ ആറ്റങ്ങളുള്ള കാർബോക്സിലിക് ആസിഡ് ആണ് ഫാറ്റി ആസിഡ്സ്. സോ ദിസ് ഈസ് എ ഹയർ ഫാറ്റി ആസിഡ്സ്. ഇതിന്റെ സോഡിയം സാൾട്ട് C17H35 COON.
ഇതിന്റെ പേരാണ് സോഡിയം സ്റ്റിയറേറ്റ്. എന്നാണ് സോഡിയം സ്റ്റിയറേറ്റ്. ഇതേപോലെ സോഡിയം പാൽമറ്റേറ്റ്, സോഡിയം അലിയേറ്റ്. ഓക്കെ, അപ്പോ നമ്മൾ അതിനെ ജനറൽ ആയിട്ട് RCOONA എന്ന് കാണിക്കും. ഇത് ഹയർ ഹൈഡ്രോകാർബൺ പാർട്ടാണ്. ഇതുപോലെ ഇതാ, ഇത് കോമൺ ആയിരിക്കും. ഇതാണ് മാറുക. ഓക്കെ, ഇത് മാറും. അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ R എന്ന് കാണിക്കും. R എന്നാണ് ഒരുപാട് കാർബൺ ആറ്റങ്ങളുള്ള ഹൈഡ്രോകാർബൺ പാർട്ട്. നമ്മൾ ഈ സോപ്പിനെ വെള്ളത്തിലേക്ക് ഇട്ടു. ഓക്കെ, കുറച്ച് സോപ്പേ ഉള്ളൂ, ഒരുപാടില്ല. ഈ സോപ്പ് RCOONA എന്ന് പറഞ്ഞ ഈ സോപ്പിനെ നമ്മൾ എന്താക്കി വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പൊ ഇന്ന് സംഭവിക്കുന്ന അറിയാവോ, അത് രണ്ട് അയോണുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. RCOO- Na+. കാർബോക്സിലേറ്റ് അയോൺ ആൻഡ് സോഡിയം അയോൺ. അപ്പൊ ഇതാണെങ്കിലോ, ഈ സോപ്പാണെങ്കിലോ C17H35COON, അതിനാണ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നെങ്കിലോ എന്താവും, C17H35COO- Na+. ഓക്കെ, H35. സ്റ്റിയറേറ്റ് അയോൺ, കാർബോക്സിലേറ്റ് അയോൺ. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് പറയാം എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ഇത് ആനിയോൺ കണ്ട, ആനിയോൺ കാറ്റിയോണിനേക്കാൾ സൈസ് കൂടുതലാണ് ഈ ആനിയോൺ. ഓക്കെ, ഒരുപാട് ആറ്റങ്ങളില്ലേ ഇതില്. ഇനി ഓക്കെ, ഞാൻ അതിന്റെ ബോണ്ട് ലൈൻ ഫോർമുല കാണിക്കാം. എത്ര കാർബൺ ആയിട്ടുണ്ട്? 17. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. അപ്പൊ ഇതെന്താ, CH3 CH2 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 അല്ലേ. ഇതെന്താ, ഒരു CO-. ഇതാണ് നമ്മുടെ കാർബോക്സിലേറ്റ് അയോൺ, അതായത് സ്റ്റിയറേറ്റ് അയോൺ. നോക്ക്, അതിന് രണ്ട് ഭാഗമുണ്ട്. ഒരു ചാർജ് ഇല്ലാത്തൊരു ടെയിൽ വായു. ഓക്കെ ഓക്കെ, അതിനെ നമ്മൾ നോൺ പോളാർ ടെയിൽ, അത് ചാർജ് ഇല്ലല്ലോ, അതിന് നോൺ പോളാർ ടെയിൽ. അതേപോലെ ചാർജ് ഉള്ള ഒരു ഹെഡ്, പോളാർ ഹെഡ്. എന്നാണ് പോളാർ ഹെഡ്. ഓക്കെ, ഇനി ഈ നോൺ പോളാർ ടെയിലില്ലേ, അതിന് വെള്ളത്തിനോട് അഫിനിറ്റി കുറവാണ്, വെള്ളവുമായിട്ട് ഇന്ററാക്ഷൻ കുറവാണ്, വാട്ടർ റിപ്പലിംഗ് ആണ്. അതായത് ഇത് ഹൈഡ്രോഫോബിക് ആണ്. അതേസമയം ഈ ഹെഡ് ഉണ്ടല്ലോ, പോളാർ ഹെഡ്, അതിന് വെള്ളത്തിനോട് അഫിനിറ്റി കൂടുതലാണ്. അതായത് വാട്ടർ ലവിംഗ് ആണ്, അതായത് ഹൈഡ്രോഫിലിക് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ, ഇതിന് നിങ്ങൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നു. ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു, എന്നിട്ട് ലേശം സോപ്പ് ആഡ് ചെയ്തു, വളരെ കുറച്ച് സോപ്പ് ആഡ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കും, ഈ രീതിയിൽ അയണൈസേഷൻ നടക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഈ സാധനം ഉണ്ടല്ലോ ആനിയോൺ, അത് എങ്ങനെ നിൽക്കുന്ന അറിയാം, ഇതിങ്ങനെ നിൽക്കുക. അതായത് തല വെള്ളത്തിലേക്ക് കുത്തിയിട്ട് വാല് മുകളിലോട്ടായിട്ട് നിൽക്കും. കാരണം എന്താ, ഇതെന്താണ്, ഹൈഡ്രോഫോബിക് ആണ്, ഇത് ഹൈഡ്രോഫിലിക് ആണ്, ഇങ്ങനെ നിൽക്കും. ഇനിയാണ് അതായത് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും, അയോണുകൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇലക്ട്രോലൈറ്റ് ആയി അയോൺസ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ ഡിസോൾവ്ഡ് ഇൻ സോൾവെന്റ് വാട്ടർ. ഇനി നിങ്ങൾ നല്ലോണം വെള്ളം എന്താ പറയാ, സോപ്പ് അതിലേക്ക് ആഡ് ചെയ്യും, നല്ല രീതിയിൽ. അങ്ങനെ കോൺസെൻട്രേഷൻ അതിന്റെ CMCക്ക് മുകളിലേക്ക് എത്തി. അപ്പൊ എന്താവും അറിയാവോ, ഈ അയോൺസ് എല്ലാം വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പുൾ ചെയ്യപ്പെടും. ഈ അയോൺസ് എല്ലാം വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പുൾ ചെയ്യപ്പെടുന്നു. They pulled into the bulk inner part of the water. പക്ഷെ എന്താ സംഭവം, ഇവർക്ക് വെള്ളത്തിനെ പേടിയാണ്, വെള്ളമായിട്ട് കൂടാൻ പറ്റൂല അവർക്ക്. അപ്പൊ അവരെന്താണെന്ന് അറിയാവോ, ഉള്ളിലേക്ക് അങ്ങനെ പുൾ ചെയ്യപ്പെടുമ്പോൾ അവർ പരസ്പരം ഇങ്ങനെ കൂടിച്ചേരും, കുറെ എണ്ണം കൂടിച്ചേരും. എങ്ങനെയെന്ന് അറിയാവോ, കൂടിച്ചേർന്നിട്ട് നോക്കോ, കൂടിച്ചേർന്നിട്ട് ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരു സാധനം, ഇത് ഒന്ന്, ഇത് വേറൊന്നുമായിട്ട് കൂടിച്ചേരുന്നു, ഇത് വേറൊന്നുമായിട്ട് കൂടിച്ചേരുന്നു.
എന്നിട്ട് ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള ഗോളാകൃതിയിലുള്ള ഒരു ബിഗ് മോളിക്യൂൾ ഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള ബിഗ് മോളിക്യൂൾ. അതിന്റെ ഉൾഭാഗത്തായിരിക്കും ആ ടെയിൽ ഉണ്ടാവുക. ഹെഡ് പുറത്തേക്ക് പൊട്ടൂടെ ചെയ്തിട്ടുണ്ടാവും, അതിന് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടാവും നെഗറ്റീവ് ചാർജ്. Okay, and this associated form is called micelle. ഇങ്ങനെയാണ് മൈസെൽ ഉണ്ടായത്. അപ്പൊ അതില് ഈ മൈസെലിന്റെ എന്താ പറയാ, ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂളിന്റെ ടെയിൽ ഉണ്ടല്ലോ, ആ ടെയിൽ വെള്ളവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. വെള്ളവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ആ സ്പെറിക്കൽ ഷേപ്പിന്റെ, ആ സ്പെറിക്കൽ മൈസെലിന്റെ ഹെഡ് ഉണ്ടല്ലോ പുറത്തെ ഭാഗം, അത് മാത്രമാണ് വെള്ളവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എന്തായി, ആ സോപ്പ് വെള്ളം എന്ന് പറയുന്നത് കൊളോയിഡായി. സോപ്പ് വെള്ളം ഇപ്പൊ കൊളോയിഡ് ആണ്. നേരത്തെ CMC താഴെ എന്താണ്, അത് ഇലക്ട്രോലൈറ്റ് ആണ്. എപ്പോ CMC അതെന്താണ്, കൊളോയിഡാണ്. ഇനി അപ്പൊ എങ്ങനെയാണ് ഇത് ഫോം ചെയ്തത്, ക്ലിയർ ആയില്ലോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. സോ ഈ മൈസെൽ ഫോർമേഷനിൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം, സോപ്പ് വെള്ളം എങ്ങനെയാണ് ക്ലീൻസിങ് ആക്ഷനിൽ പങ്കെടുക്കുന്നത്. സോ വാട്ട് ഈസ് ദി റോൾ ഓഫ് ദി സോപ്പ് ഇൻ ക്ലീൻസിങ് ആക്ഷൻ? വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ലീൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ക്ലീൻസിങ്, സാധാരണ നമ്മളെ വസ്ത്രത്തിൽ എണ്ണപ്പശയോ അല്ലെങ്കിൽ ഗ്രീസോ ആയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ മാത്രം കഴുകിയാൽ അത് പോവില്ല, ശരിയല്ലേ? എന്തുകൊണ്ട്? വെള്ളം എണ്ണയുമായിട്ട് അല്ലെങ്കിൽ ഗ്രീസുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യില്ല. വെള്ളത്തിൽ ഗ്രീസ് അല്ലെങ്കിൽ ഓയിൽ ഡയറക്റ്റ് സൊല്യൂബിൾ അല്ല. അപ്പൊ അവർക്കിടയിലുള്ള ടെൻഷൻ കുറക്കണം, വെള്ളത്തിനും ഗ്രീസിനും ഇടയ്ക്കുള്ള ടെൻഷൻ കുറക്കണം. എങ്കിൽ മാത്രമേ അവർക്കിടയിലുള്ള ഇന്ററാക്ഷൻ, അഫിനിറ്റി കൂട്ടണം. എങ്കിൽ മാത്രമേ എന്താ പറയാ, കുപ്പായത്തിൽ നിന്ന്, അതായത് വസ്ത്രത്തിൽ നിന്ന് ഗ്രീസ് ഇളകിയിട്ട് വെള്ളത്തിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ അതിന് സഹായിക്കുക എന്നുള്ള റോളാണ് ആക്ച്വലി സോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഇത് വസ്ത്രത്തിന്റെ സർഫസ് ആണ്. അതിന്റെ മുകളിലുള്ള ഗ്രീസിന്റെ ഒരു ലെയറാണ്. ഓക്കെ, നിങ്ങൾ അതിന്റെ സോപ്പ് വെള്ളത്തിലേക്ക്, ഏത് സോപ്പ് വെള്ളം? ഇലക്ട്രോലൈറ്റ് ഫോമിലുള്ളതല്ല, കൊളോയിഡൽ ഫോമിലുള്ള സോപ്പ്. അതായത് ആ സോപ്പ് വെള്ളത്തിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ്, മൈസെൽസ് അതിന്റെ ഉള്ളിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഒറ്റക്കൊറ്റക്കുള്ള ആരല്ല, RCOO- അല്ല അതിലുള്ളത്. RCOO- കമ്പൈൻ ചെയ്തിട്ട് വലിയ ബിഗർ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള സോപ്പ് സൊല്യൂഷൻ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതിലാണ് എന്താ ചെയ്യുന്നത്, ഇതിനാണ് ചെയ്യുന്നത്. ഏത്? ഗ്രീസിന്റെ കറയുള്ള കുപ്പായം ആഡ് ചെയ്തത്. അപ്പൊ എന്താവും അറിയാം, അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിന് കുറെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇല്ലേ, ആര്? മൈസെൽസ് ഇങ്ങനെയുള്ളതാ, ആ സ്പെറിക്കൽ ഷേപ്പുള്ള മൈസെൽസ്. അത് വന്നിട്ട് ഇതിനെ എൻട്രാപ്പ് ചെയ്യും, അതിനൊന്ന് പൊതിയും. ആരെ? ഗ്രീസിനൊന്ന് പൊതിയും. എന്തിനാറിയാവോ? ഇതിന്റെ ഉള്ളിലോട്ട് എന്താ പറയാ, നീട്ടി വെച്ചിട്ടുള്ള ഈ വാലുണ്ടല്ലോ, ആ വാലിന് വെള്ളത്തിനെ പേടിയാണ്. അപ്പൊ വെള്ളമല്ലാത്ത വേറെ ആര് വന്നാലും അതിന് ഇഷ്ടമാണ്. അപ്പൊ എന്താ പറയുക, ഇവിടെ ഗ്രീസിന്റെ ലെയർ കാണുമ്പോൾ ഈ മൈസെൽ പോയിട്ട് ഇതിനെ പൊതിയും. എങ്ങനെ പൊതിയുന്ന അറിയാവോ? ഈ സ്പെറിക്കൽ ഷേപ്പുള്ള മൈസെലിന്റെ ഉള്ളിലോട്ട് നീട്ടി വെച്ചിട്ടുള്ള വാല് ഈ ഗ്രീസിൽ പോയിട്ട് തറക്കും. ഈ ഗ്രീസിൽ പോയിട്ട് തറക്കും. കണ്ടോ എങ്ങനെ? ഹെഡ് എങ്ങനെ പോകും? ഹെഡ് വെള്ളത്തിലോട്ട് തല നീട്ടിയിട്ടുണ്ടാവും. വാലിൽ കുത്തിയിട്ടാണ്. അപ്പൊ അതിനിങ്ങനെ പൊതിഞ്ഞത്. ഇനിയോ ഈ ഹെഡിന്റെ വെള്ളം ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. ഓക്കെ, വലിക്കുന്ന ഹെഡ് മാത്രം, തല മാത്രം അങ്ങോട്ട് പോലെ, തല എന്ത് ചെയ്യും? ഈ വാലിനെ കൂടി വലിക്കും. വാൽ എവിടെ കുത്തിയിട്ടുള്ളത്? ഈ ഗ്രീസിലാണ്. അപ്പൊ എന്താ, ആ ഗ്രീസ് മെല്ലെ ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യും, ഇളകി പോകും. അങ്ങനെ ഗ്രീസ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാല് ഈ മൈസെൽ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും അതിനെ പൊതിയും. ഓക്കെ, അപ്പൊ ഈ പിന്നെ മൈസെലിന്റെ എന്താ പറയാ, വാല് മുഴുവൻ ഇതിന്റെ ഉള്ളിൽ കുത്തിയിട്ടുണ്ടാവും, ഹെഡ് പുറത്തുണ്ടാവും. That means this oil is now dispersed in this what?
സൊല്യൂഷൻ എന്തായി? സൊല്യൂഷൻ ഗ്രീസ് അല്ലെങ്കിൽ ഓയിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു കൊളോയിഡൽ സിസ്റ്റമായി. ഓയിൽ ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ, ദാറ്റ് മീൻസ് ലിക്വിഡ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ് വിച്ച് ഈസ് ആൻ ഇമൽഷൻ. എന്നാണ് ഇമൽഷൻ. ദാറ്റ് മീൻസ് ഒരു ഇമൽഷൻ ഫോം ചെയ്യുന്നു. ഓയിലിനെ വെള്ളത്തിൽ ഡിസ്പേഴ്സ് ചെയ്യിപ്പിക്കുന്ന ഒരു എന്താ പറയാ ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? മിസ്റ്റർ മൈസൽ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഓയിലിനും വെള്ളത്തിനും അടുത്തുള്ള ഇന്റർഫേഷ്യൽ ടെൻഷൻ, അവർക്കിടയിലുള്ള ഇന്ററാക്ഷനിലുള്ള കുറവ് പരിഹരിച്ചുകൊണ്ട് അവർ തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുത്താതെ ആ എന്താ പറയാ ഓയിലിനെ അല്ലെങ്കിൽ ഗ്രീസിനെ വെള്ളത്തിൽ ഡിസ്പോസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ക്ലീൻസിങ് ആക്ഷൻ ഓഫ് സോപ്പിൽ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരു ഡിറ്റർജന്റ് എടുത്തു കഴിഞ്ഞാൽ ഡിറ്റർജന്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH3 CH2 11SO4 Na സോഡിയം ലോറൈൽ സൾഫൈറ്റ്. ഇതിന്റെ പേരെന്താ? സോഡിയം ലോറൈൽ സൾഫേറ്റ്. ഇതാണ് ആനിയം. ഇതിന് ഒരു ടെയിലുണ്ട്, ഹെഡ് ഉണ്ട്. ഹെഡിലുള്ളത് SO4 മൈനസ് ആണ്. ബാക്കിയുള്ള ആക്ഷനിൽ ഇതേപോലെ തന്നെയാണ്. ഹെഡിന്റെ ആ ഭാഗം മാത്രം വ്യത്യാസമൊന്നും ഉള്ളൂ. ഓക്കെ, ഇതെന്താണ്? ഇത് നോൺ പോളാർ ആണ്, ഇത് പോളാർ ആണ്, ഇത് ഹൈഡ്രോഫോബിക് ആണ്, ഇത് ഹൈഡ്രോഫിലിക് ആണ്. ബാക്കി ആക്ഷൻ എല്ലാം സോപ്പിന്റെ പോലെ തന്നെ. ഓക്കെ, അപ്പൊ എങ്ങനെയുള്ള മോളിക്യൂൾസിലാണ് മൈസൽ സംഭവിക്കുന്നത് അറിയാം? മൈസൽ ഫോർമേഷൻ നടക്കുന്നത് നേരത്തെ നിങ്ങൾ നോക്കിയേ, ഒരു മൈനസ് ബാക്കിയൊരു ടൈം. അതായത് ഹൈഡ്രോഫോബിക്കും ഹൈഡ്രോഫിലിക്കും ഒരേ മോളിക്യൂളിൽ തന്നെ രണ്ടും വരണം. ഒരേ മോളിക്യൂളിൽ തന്നെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള പാർട്ടും വേണം, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പാർട്ടും വേണം. ഇവിടെ അങ്ങനെയല്ല ഉള്ളത്. അങ്ങനെയുള്ള മോളിക്യൂൾസിലാണ് ആക്ച്വലി മൈസൽ ഫോർമേഷൻ നടക്കുക. അതായത് പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് എബോ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് കൊളോയിഡൽ സൈസിലേക്ക് അവർ വരുന്നത്. ഇങ്ങനെ ഒരേ മോളിക്യൂളിൽ തന്നെ ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക്കും ഉള്ള ആ മോളിക്യൂൾസിനെ പറഞ്ഞ പേരാണ് ആംഫോഫോബിക്, ആംഫോഫിലിക്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ടേംസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.